വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള പുതിയ നിയമത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായതായി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിയമത്തെപ്പറ്റി ചർച്ച നടത്തും. നമുക്ക് പ്രത്യേകമായി ഒരു നിയമനിർമ്മാണം നടത്താൻ സാധിക്കുമെന്ന് പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്യും. ഇത് കൺകറന്റ് ലിസ്റ്റ് ആയതുകൊണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് പഴുതുകൾ ഉപയോഗിച്ച് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്യാബിനറ്റിൽ സമർപ്പിക്കാൻ കഴിയില്ല. അടുത്ത ചേരുന്ന ക്യാബിനറ്റിൽ അത് സമർപ്പിക്കാൻ വേണ്ടി ആണ് ഉദ്ദേശിക്കുന്നത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഇത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത് സമർപ്പിക്കുകയില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അതിന്റെ ചർച്ചകൾ തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മനുഷ്യർക്ക് സംരക്ഷണം നൽകുകയും ആ വന്യജീവി സംഘർഷം തടയുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് പുതിയൊരു നിയമം വരുന്നു എന്നുള്ളതാണ് വനമന്ത്രി വ്യക്തമാക്കിയത്. അതിന്റെ ഡ്രാഫ്റ്റ് അന്തിമഘട്ടത്തിലാണ് എന്നുള്ള കാര്യമാണ് വനമന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിരുന്നു. പുതിയ നിയമനിർമ്മാണത്തിൽ പ്രശ്നമില്ല എന്ന നിയമോപദേശം ലഭിക്കുകയും ചെയ്തു. അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പുതിയ ബില്ല് അവതരിപ്പിക്കും. അടുത്ത ക്യാബിനറ്റ് യോഗം, ഇന്ന് ഓൺലൈനായാണ് ക്യാബിനറ്റ് യോഗം ചേരുന്നത്. അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. പിന്നീട് LDF-ലും ഈ ബില്ല് അവതരിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ നിയമനിർമ്മാണത്തിന് രൂപം കൊടുത്തത് എന്നും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്നും വനമന്ത്രി പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തെ വിവിധ സംഘടനകളും വ്യക്തികളും ഒക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തടയാൻ ഫലപ്രദമായ പുതിയ നിയമനിർമ്മാണം വേണം. കേന്ദ്രത്തിന്റെ നിയമങ്ങൾ സംസ്ഥാനത്ത് നിലവിൽ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നത്. ഒടുവിൽ സർക്കാരും ഈ വഴിയിലേക്ക് തന്നെ വരുന്നു. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ സംസ്ഥാനത്ത് പുതിയ നിയമനിർമ്മാണം നടപ്പാക്കും എന്ന് വനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വനമന്ത്രി മാധ്യമങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞത്. അനുജ, ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.